ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ കോംബോയും പിന്നെ റീസ്റ്റോക്ക് ചെയ്ത 2 കോംബോയും ആണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ കോംബോ തന്നെ കാണിക്കാം. അതുകൂടാതെ നമ്മുടെ കുറച്ച് പ്ലാന്റ്സുകൾ പുതിയതായിട്ട് സ്റ്റോക്ക് ചെയ്തേക്കണ കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ കാണിച്ചു പോകുന്നുണ്ട്. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫൈക്കസ് വെറൈറ്റി ആണ്. ഇത് നമ്മൾ കൊണ്ടുവരാറുള്ള പ്ലാന്റ് തന്നെ. ഫൈക്കസിന്റെ എന്താ റേഡിക്കൻസ് വേരിഗേറ്റഡ്, നല്ല ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള കരുത്തുള്ള നല്ല പ്ലാന്റ് ആണ്. ഇത് സ്വരം കേൾക്കുന്നുണ്ടോ? അതാ കണ്ടോ, അത്രയും കരുത്തുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത്രയും നല്ലോണം വളർന്നിരിക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ പ്യൂമില കൊണ്ടുവരാറുണ്ട്, പക്ഷെ പ്യൂമില ഇപ്പൊ സ്റ്റോക്കിലില്ല. ഇത് റേഡിക്കൻസ് വേരിഗേറ്റഡ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റിന്റെ ജെയ്ഡ് ഡോളർ ക്യൂനാണ്. ഇത് നല്ല തിക്കായിട്ടുള്ള വലിയ പോട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ കൊണ്ടുവരുന്നേക്കാളും വലിയ പോട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റുകൾ വരുന്നത്. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അധികം വെള്ളം ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ്. അധികം എന്നാൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കുറച്ചൊക്കെ ആവശ്യമുള്ള പ്ലാന്റ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിൻ്റെ തുമ്പൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഒടിയാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ പാക്കറ്റിൽ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഒടിഞ്ഞ് കിടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അതെടുത്ത് ഒന്ന് നട്ട് വെച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 പ്ലാന്റിനും കൂടെ ഇതിന് കൂടെ 400+ കൊറിയറാണ് വരുന്നത്. 400+ കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൊക്കോപീറ്റ് അധികം കളയാൻ പറ്റത്തില്ല. ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് ചെറിയ വേരാണെങ്കിൽ നന്നായിട്ട് പോട്ടി മിക്സിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം പോട്ടി മിക്സ് കളയാൻ പറ്റില്ല. ഒത്തിരി കളഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് ക്ഷീണമാവും. അപ്പോൾ അത് അധികം കളയാതെ തന്നെയായിരിക്കും വിടുക. പോട്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ. സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള തണ്ടുകളാണല്ലോ, പെട്ടെന്ന് ഒടിയും. ഇനി റീസ്റ്റോക്ക് ചെയ്ത 2 കോംബോ കാണിക്കാമേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫിലാഡൽഡോണ്ട് ഒത്തിരി വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ 3 പ്ലാന്റിന്റെ കോംബോയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നത്. അതായത് ആംഗ്രൈറ്റിസും പിന്നെ ഈ 2 പ്ലാന്റുകളും കേട്ടോ. ഇങ്ങനെ ഈ കോംബോ ഇങ്ങനെ മൂന്ന് പ്ലാന്റിന്റെ 750 ആയിരുന്നു. അതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. 750+ കൊറിയറാണ് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ വേറെ നമ്മൾ ഫിലാഡൽഡോണ്ട് ബില്ലറ്റും പിന്നെ ഓറഞ്ച് പ്രിൻസസും ഇങ്ങനെ വലിയ പ്ലാന്റുകളാണ്. ഇത് 650 ആയിരുന്നു. അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളുടെ 2 പ്ലാന്റുകൾ ഫേൻ വെറൈറ്റി വീനസ്, പിന്നെ ഇത് ക്രിസ്പി വേവ്സ്. ഇങ്ങനെ ചുരുളിച്ചയായിട്ട് നല്ല ഭംഗിയുള്ള നല്ല കരുത്തുള്ള പ്ലാന്റുകൾ. ഇത്രയും വലിയ പ്ലാന്റുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തൊക്കെ ഒത്തിരി നല്ല വലിപ്പമുള്ള പ്ലാന്റുകളായിരുന്നു. അപ്പോൾ ഇതും നല്ല വലിപ്പം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടോ, ഇത്രയും വലിപ്പം തന്നെയാണ്. അപ്പോൾ ഇത് കാറ്റലോഗിലുണ്ട് കേട്ടോ. ഇത് കോംബോ ആയിട്ടായിരുന്നില്ല. അപ്പോൾ കാറ്റലോഗിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം കേട്ടോ. ഇവിടെ തന്നെ വെച്ചേക്കട്ടെ. പിന്നെ നമ്മളുടെ കലാത്തി വെറൈറ്റി ഇപ്പോൾ ഇത് മാത്രമാണ് കേട്ടോ സ്റ്റോക്കിലുള്ളൂ. റാറ്റിൽ സ്നേക്ക് നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ്. അത് സ്റ്റോക്കിലുണ്ട്. പിന്നെ പീസ് ലില്ലി ഇങ്ങനെ നല്ല ഫുൾ പോട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ പോട്ടിൽ ഒരു പോട്ടിൽ 2 വരുന്നത് കേട്ടോ. 2 പൂക്കളാണ് ഇതിൽ വരുന്നത്. പക്ഷെ എല്ലാത്തിലും 2 പൂക്കൾ ഉണ്ടാവണമെന്നില്ല. ഉറപ്പായിട്ടും ഒരു പൂ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഫുൾ പോട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എല്ലാത്തിലും എല്ലാത്തിനും പൂവും മുട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഞാൻ അറിയില്ല. എന്തായാലും ഒരു പൂ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളുടെ 200 രൂപയുടെ CC ഡുവാർഫ് വന്നിട്ടുണ്ട്. നമ്മൾ പല റേഞ്ചിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല റേഞ്ച് പലപ്പോഴും പല റേഞ്ചുകളായിരിക്കും. 100 രൂപ തുടങ്ങി 80 രൂപ തുടങ്ങിയുള്ള CC പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഇത് ഡുവാർഫ് വെറൈറ്റിയാണ്. 200 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ 270യുടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി വലിയ പോട്ടാണ്. ഒരു 5-5 പോട്ടിലാണ് അത് വരുന്നത്. ഇതിപ്പോൾ ഒരു 4-5 പോട്ടാണ് വരുന്നത്. ഇത് ഇങ്ങനെ ഇത്രയും തിക്കായിട്ടൊക്കെ വരുന്നതാണ്. പിന്നെ 4-5 പോട്ടിൽ തന്നെ വരുന്ന CC ബ്ലാക്ക്, ഇതും 200 തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത്. ഇങ്ങനെ ഇതൊക്കെ നന്നായിട്ട് സ്റ്റോക്കിലുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ CC ഗ്രീൻ ഇങ്ങനെ ഇതും 170 റുപ്പീസാണ് കേട്ടോ. കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ചിലവരൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് അങ്ങനെ സെയിൽ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ പോട്ടായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇങ്ങനെ 4-5 പോട്ടിൽ. പിന്നെ വരുന്നത് നമ്മുടെ ബെർക്കിൻ ഇങ്ങനെ ഒരു ബോട്ടിൽ 2 ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളത്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന നമ്മളുടെ ഇതിൽ പൂക്കൾ കുറവായിരുന്നു. ഈ ആഴ്ചയിൽ വന്നതിലേക്ക് നന്നായിട്ട് പൂക്കളായിട്ടുണ്ട്. നമ്മളുടെ ഇക്സോറ യെല്ലോ ഇത് ഓറഞ്ച് കുറച്ചുണ്ട്, അതിന് പൂക്കളില്ല കേട്ടോ. ഇതിന് ഇക്സോറയ്ക്ക് ഇതിന് യെല്ലോയ്ക്ക് നിറയെ പൂക്കളുണ്ട്.
ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ. ചിലവർ ചോദിക്കുന്നുണ്ട് അമ്പലത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ക്ലോസ് വ്യൂ വരുന്നത്. ഇങ്ങനെ ഫുൾ പോട്ടായിട്ടിട്ട് വരുന്നത്. 6 ഇഞ്ച് പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇത് മണ്ണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ കുറച്ച് കളഞ്ഞിട്ടായിരിക്കും. ഒരു നെറ്റ് പോട്ട് ഉണ്ടാവും. ആ നെറ്റ് പോട്ട് ഒരു കാരണവശാലും കളയണ്ട കേട്ടോ. അങ്ങനെ നട്ടാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ, പിടിച്ച് വന്നോളും. പിന്നെ നമ്മൾ പെപ്രോമിയയുടെ കോംബോ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോക്ക് ഫുള്ള് കഴിഞ്ഞു. ഇതിപ്പോൾ പെപ്രോമിയ ഗ്രീൻ മാത്രം നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച 3 വെറൈറ്റികൾ കാണിച്ചില്ലേ, അതിലിതാ ഈ ഗ്രീൻ മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ. ഇങ്ങനെ. പിന്നെ നമ്മളുടെ അഗ്ലോണിമ വെറൈറ്റികളൊക്കെ ഒത്തിരി സ്റ്റോക്കിലുണ്ട്. നമുക്ക് ഇത് നമ്മളുടെ ഡിഫൻ ബാക്കിയ വെറൈറ്റി, ഡെലിയ എന്ന് പറയുന്ന വെറൈറ്റി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി കരുത്തുള്ള പ്ലാന്റുകളാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോവുക വൃത്തികേടായിട്ട് തോന്നുവാണെങ്കിൽ കട്ട് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും. ഏതൊരു പോട്ടി മിക്സിലേക്കും വേര് പിടിച്ചോളും. ഒട്ടും തന്നെ കെയർ ആവശ്യമില്ലാത്ത പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ബാക്കി പ്ലാന്റ്സുകളൊക്കെ അഗ്ലോണിമ വെറൈറ്റികളൊക്കെ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി കാറ്റലോഗ് ലിങ്കിൽ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പ്ലാന്റ്സിൻ്റെ ഫോട്ടോ തരാനോ എന്ത് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ വിളിക്കാവുന്നതാണ് കേട്ടോ. വിളിക്കാം, മെസ്സേജ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ഞാൻ അവൈലബിൾ ആണ്. ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? എപ്പോൾ വേണമെങ്കിലും വിളിക്കുക കേട്ടോ. ഏത് സമയത്തും വിളിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ വിടുക. പിന്നെ പ്രൊഫഷണൽ DTDC, പിന്നെ അത്യാവശ്യമുള്ളവർക്ക് മാത്രം നമ്മൾ പോസ്റ്റലിലും അയക്കുന്നുണ്ട് കേട്ടോ. പോസ്റ്റലിൽ കുറച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പ്ലാന്റ്സുകൾ എടുക്കത്തില്ല. അപ്പോൾ കുറച്ച് ദൂരെയാണ് പോസ്റ്റ് ഓഫീസ്. അത് നമ്മൾ 9 മണിനും 12നും ഇടയ്ക്ക് കൊണ്ടുപോയി കൊടുത്താലാണ് അതാത് ദിവസം കയറിപ്പോവുള്ളൂ. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് കുറേ സംശയങ്ങളാണ്. ചിലപ്പോൾ തുറന്ന് കാണിക്കാൻ പറയും, ചിലപ്പോൾ ഇതിൻ്റെ പാക്കറ്റോ അങ്ങനെയൊക്കെ പലവരും പല സ്റ്റാഫുകളാകുമ്പോൾ കുറേ സംശയങ്ങളാണ്. ചിലർക്ക് പേടി എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കുറേ സമയം നമ്മുടെ പോകും. അതുകൊണ്ടാണ് പ്രൊഫഷണൽ DTDC കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. പിന്നെ ഒട്ടും നിവർത്തിയില്ല, പോയി വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളവർക്ക് പോസ്റ്റലിൽ അയക്കാമേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.